അങ്ങനെ ഇന്നിവിടെ അസീർ പ്രവാസി സംഘത്തിൻ്റെ നോമ്പൂറുണ്ട്. വലിയ പരിപാടി കേട്ടോ, സമൂഹ നോമ്പൂറയാണ്. എല്ലാവരും ഉണ്ടാവും. അത്യാവശ്യം ഈ ദേറാനുള്ള എല്ലാ അജ്നബികളും അത്യാവശ്യം സൗദികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം. നോമ്പൂർ എപ്പിസോഡ് 3. പരിപാടിക്ക് ഇസ്തിറാ വാടക എടുത്തിട്ടുണ്ട്. ഇസ്തിറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഓഡിറ്റോറിയം, കല്യാണ മണ്ഡപം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ളും. ഇവിടെ വലിയ പരിപാടികളൊക്കെ നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഇതെല്ലാ വർഷവും അസീർ പ്രവാസി സംഘം നടത്തുന്നതാണ്. എല്ലാ റമദാൻ മാസവും ഒരു ഇഫ്താർ മീറ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് പരിപാടി സെറ്റാക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 1:30 കൂടിയിട്ട് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നതൊക്കെ ഈ അസീർ പ്രവാസി സംഘത്തിൻ്റെ സാരഥികളാണ്. കോഴിക്കോടുകാരുണ്ട്, മലപ്പുറംകാരുണ്ട്, കണ്ണൂരുകാരുണ്ട്, അതുപോലെ തന്നെ ഇടുക്കിയിലുള്ള ആൾക്കാർ, എല്ലാ കേരളത്തിലെ മിക്ക ജില്ലയിലുള്ള എല്ലാ ആൾക്കാരും, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, പ്രവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജാതി മതമൊന്നുമില്ല, അതെല്ലാം നാട്ടിലേ ഉള്ളൂ. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരൊറ്റ പേരേ ഉള്ളൂ, അജ്നബിന്ന്. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, ഒരു 5 മിനിറ്റ് ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ചോദിക്കുക, വീഡിയോയിൽ ഞാനില്ലല്ലോ എന്ന്. സലാം വളരെ വിദഗ്ധമായിട്ട് ഫ്രൂട്ട്സ് എല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ പാക്ക് ചെയ്തില്ലെങ്കിൽ ഈച്ചയെല്ലാം ഇരുന്നിട്ട് പിന്നെ അത് വൃത്തികേടാവും. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ഇവിടെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ മിക്കതും കാണുന്നതായിരിക്കും ഇവരെ യൂസുഫ് ഖാനെ. ഇവരാണ് ഇവിടെ അടുത്തുള്ള നോമ്പ് തുറക്കും പരിപാടിക്കെല്ലാം ഭക്ഷണമാക്കി കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഭക്ഷണമാക്കി കൊടുക്കും. ഹോട്ടലുണ്ട്. ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ, നമ്മളെ കണ്ണൂർ സ്റ്റൈൽ ബിരിയാണിയാണ്. തരിപ്പായസം കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സമൂസ, ഉള്ളിവട, ഇതിവിടെയുള്ള ഈ ഇക്കാൻ്റെ വകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ കുക്കുണ്ട് കാലിദിക്കാൻ്റെ വകയാണ് തരിപ്പായസം. അങ്ങനെ ഓരോരുത്തർ ഓരോ സെക്ഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂസുഫൊക്കെയാണ് മെയിൻ, ഓൾ ഇൻ ഓൾ. വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. വെള്ളം നല്ല തിളച്ചതിന് ശേഷമാണ് അരിയിട്ടത്. ഇതിപ്പോൾ ഇത്ര വലിയ പരിപാടി ആയതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ ചെറിയൊരു ഇത് പറ്റിക്കഴിഞ്ഞാലും അത്രയും ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ സൂക്ഷ്മമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം നോമ്പുറയിൽ ഇവരായിരുന്നു ബിരിയാണി വെച്ചത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭക്ഷണം അത്യാവശ്യം പൊരിച്ചിട്ട് വെക്കുമ്പോൾ അതൊരു വേറെ തന്നെ ടേസ്റ്റാണ്. നമ്മൾ ദമ്മിട്ട് വെക്കുമ്പോൾ അത് മാത്രമാകുമ്പോൾ ചിക്കൻ ഒരു പുഴുങ്ങിയതുപോലെ ആവും. അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡിയായി. അങ്ങനെ ഫ്രൂട്ട് സലാഡ് എത്തിക്കഴിഞ്ഞ് ഫ്രൂട്ട് സലാഡും കൊണ്ട് സുലൈമാൻ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ റഫീഖാൻ്റെ വകയാണ്. അങ്ങനെ എല്ലാവരും ഓരോരോ പരിപാടി ചെയ്തു തുടങ്ങി. എല്ലാവരും നോമ്പ് തുറക്കാനായതുകൊണ്ട് ആൾക്കാർ വന്നു തുടങ്ങും. ഇതാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡ്, ബിരിയാണി, തരി, സമൂസ, ഉള്ളിവട, വെള്ളം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരാണ് കേട്ടോ. ഇവിടെ നമ്മളെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എല്ലാം നമ്മളെ നാട്ടിലുള്ളവരൊക്കെ തന്നെയാണ്. കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, അങ്ങനെ ഓരോരോ ജില്ലയിലുള്ള ആൾക്കാരാണ്. ഇത് ഫിലിപ്പൈൻസാണ്. ഇവർ നേഴ്സാണ്. ഇവിടെ അവരൊപ്പം തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ എല്ലാവരും വന്ന് തുടങ്ങി. ഏകദേശം നോമ്പ് തുറക്കാനായി. എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ. എല്ലാ ആൾക്കാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി മതം ഭേദമന്യേ മാത്രമല്ല, പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വരെ ഉണ്ട്. പാകിസ്ഥാനികൾ, അതുപോലെ തന്നെ സൗദികളുണ്ടാവും. ഇവിടെ ഉള്ളവർ, അവർ എങ്ങനെയായാലും വരും. ഇതാണ് അനിലേട്ടൻ, വീഡിയോ എപ്പോഴും കണ്ട അഭിപ്രായം പറയുന്നതാണ്. ഫൈസൽക്ക, എല്ലാവരും വന്നിട്ടുണ്ട്. ഏകദേശം ആൾക്കാർ കൂടി കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒരു കണക്കുണ്ടായിരുന്നു, ഇതൊരു 250 ആളെ വരുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ ആൾ വന്നുപോയി. ഒരു 300 മുകളിലേക്ക് ആൾ വന്നു. പക്ഷേ ഫസ്റ്റിനെ നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്ത് റൂമെല്ലാം വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അഥവാ ആൾ കൂടുകയാണെങ്കിൽ ഇരുത്താമെന്ന് കരുതിയിട്ട്. അതെന്തായാലും ഉപകാരമായി. ആൾ കൂടിയപ്പം തന്നെ നമുക്ക് ഓരോരോ റൂമിലേക്ക് എല്ലാവരെയും മാറ്റിയിരുത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കുട്ടി എല്ലാവരെയും കണ്ടിട്ട് ചെറുങ്ങനെ ഒന്ന് പേടിച്ചു പോയി. അതങ്ങനെ കരയുന്നത്. അങ്ങനെ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്ന് എല്ലാവർക്കും ഭക്ഷണമെല്ലാം തികഞ്ഞ്, ഭക്ഷണമെല്ലാം കറക്റ്റായിരുന്നു. കൂടിയില്ല, കുറഞ്ഞുമില്ല. എല്ലാവർക്കും നമ്മൾ വെച്ച ഐറ്റംസൊക്കെ എല്ലാവർക്കും തികഞ്ഞ് അങ്ങനെ പരിപാടി ഉഷാറായി. ഹസനൊക്കെ ഉണ്ടല്ലോ ഇവിടെ എവിടെയോ. ഓക്കെ, പരിപാടി ഉഷാറായി.